ക്കും സാദരമായിട്ടുള്ള നല്ല നമസ്തേ. ഈ സംഭാഷണം ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും മണ്ടത്തരങ്ങളും മടയത്തരങ്ങളും മൂടത്തരങ്ങളും എഴുന്നള്ളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലർക്കും അദ്ദേഹത്തെപ്പറ്റി ഒരു അഭിപ്രായം രൂപപ്പെടും. പലപ്പോഴും അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അനുസൃതമായിട്ടല്ല സംഭാഷണം ചെയ്യുന്നതും ഇടപെടുന്നതും. ഈ അടുത്ത സമയത്ത് അദ്ദേഹം വീണ്ടും ഒരു വിവാദം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി ഒരു അഭിപ്രായ നൽകുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗാന്ധിജി ത്രോൺ ഔട്ട് ഓഫ് ട്രെയിൻ ഇൻ ഇംഗ്ലണ്ട്, സോ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് കസിൻസ് ഡിസൈഡഡ് ദാറ്റ് they would go to the railway station, Allahabad railway station, and thrown some Britishers out of the first class. അതിൻ്റെ മലയാളം, ഗാന്ധിജി ഇംഗ്ലണ്ടിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇറക്കിവിട്ടു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മഹാനായ മുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്കെത്തി, അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലേക്കെത്തി. അവിടെ ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറക്കിവിട്ടു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണം. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് ആ സംഭാഷണം പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം എന്താ? ഗാന്ധിജിയെ ഒരിക്കൽ പോലും ഇംഗ്ലണ്ടിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടിട്ടില്ല. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടത് ദക്ഷിണാഫ്രിക്കയിൽ കൂടി സഞ്ചരിക്കുന്ന അവസരത്തിൽ 1893 അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രായം എത്ര? ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ജനിക്കുന്നത് 1889 നവംബർ മാസം 14 അങ്ങനെ വരുമ്പോൾ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ട 1893 ജവഹർലാൽ നെഹ്റുവിന് വെറും വയസ്സ് 3.5 മാത്രം. 3.5 വയസ്സുള്ള ജവഹർലാൽ നെഹ്റു തൻ്റെ സഹോദരന്മാരും കൂടി അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഗാന്ധിജിയെ ഇംഗ്ലണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന അവസരത്തിൽ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ബ്രിട്ടീഷുകാരെ ഇറക്കി വിട്ടെന്നാണ്. എന്തൊരു അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്. ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ചൊരു പ്രതിപക്ഷ നേതാവൊക്കെ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അത്രയധികം പവറുള്ള ഒരാളാണ്. അവരുടെ സംഭാഷണങ്ങളൊക്കെ അടിസ്ഥാനപരമായി നല്ലതായിരിക്കണം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാകരുത്. എക്കാലത്തും എല്ലാത്തരം ജനങ്ങളെയും കബളിപ്പിക്കാമെന്ന് പറയുന്നത് ശരിയല്ല. കുറച്ച് പേരെയൊക്കെ കുറച്ചു കാലത്തേക്ക് കബളിപ്പിക്കാം, പക്ഷേ എല്ലാ കാലത്തേക്കും എല്ലാത്തരെയും കബളിപ്പിക്കാൻ കഴിയത്തില്ല. ജനങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ബോധവാന്മാരാണ്. ജനങ്ങൾ വിദ്യാഭ്യാസവും ചരിത്രപരമായ അവബോധവും ഒക്കെയുള്ള ജനങ്ങളുടെ മുന്നിലേക്കാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള വിടുവായാടിത്തരം വിളമ്പുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തെ മറ്റ് പല രീതിയിൽ വിലയിരുത്തുന്നവരുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ തറവാട് ഇപ്പോൾ ഏതാണ്ട് ശോഷിച്ച് അതിൻ്റെ അസ്ഥിവാരമൊക്കെ തോണ്ടുന്ന അവസ്ഥയിലിരിക്കുക. അപ്പോൾ ആ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിന്ന് തന്നെ അവരുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിനോടൊപ്പം ജവഹർലാൽ നെഹ്റു കഴിഞ്ഞതിന് ശേഷം പേരിനോടൊപ്പം ഗാന്ധി എന്നുപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, ഇപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി,
അപ്പോൾ ഈ ഗാന്ധി എന്ന് പറയുന്ന പദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും ഗാന്ധി എന്ന് പറയുന്ന ആ പേരുമായിട്ടും മഹാത്മാഗാന്ധിയുമായിട്ടും തൻ്റെ കുടുംബത്തിന് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചരിത്രപരമായി വിലയിരുത്തുന്നതിന് കാരണമാകുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ബോധപൂർവം നടത്തിയെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയാൽ അതിൻ്റെ ചരിത്രം എങ്ങോട്ടാണ് ചെല്ലുന്നത്? എങ്ങനെ ഗാന്ധി എന്ന് പറയുന്ന പേര് ഈ ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരുടെ പേരിലേക്ക് വന്നു? ഫിറോസ് ജഹാംഗീർ ഗാന്ധി, അദ്ദേഹം പാഴ്സിയായിരുന്നു, ഹിന്ദുവല്ല. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ വിവാഹം കഴിച്ചപ്പോഴാണ് ഗാന്ധി എന്ന് പറയുന്ന പേര് അതിലോട് വന്നത്. അതിനെപ്പറ്റി തർക്കമുണ്ട്, ഗാന്ധി എന്നാണെന്നൊക്കെ തർക്കം നിൽക്കുന്നു. ആ തർക്കം എന്ത് തന്നെയായാലും അത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി അല്ല, ഫിറോസ് ഗാന്ധിയുടെ ഗാന്ധിയാണ് എന്ന് തന്നെ ചരിത്രം പഠിക്കുന്ന, ഇതിനെപ്പറ്റി വിലയിരുത്തുന്ന വിദ്യാർത്ഥികളും പഠിതാക്കളും പൊതുജനങ്ങളും വിലയിരുത്തും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടുതൽ വിഡ്ഢിത്തരങ്ങൾ വിളമ്പി സ്വയം അപഹാസ്യനാകാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ?